വയലൻസ് മൂവികൾ കാണുന്നവരാണ് നമ്മളൊക്കെ. അതെ. എപ്പോഴെങ്കിലും അത് അനുകരിക്കണം എന്ന് തോന്നിയിട്ടുണ്ടോ? വയലൻസ് മൂവികൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്തൊരു എന്താണ് ഒരു സ്റ്റാർഡം ഒക്കെ തോന്നും. ഒരു വില്ലനെ കൊല്ലുന്നു, നന്നായി കൊന്നത് എന്നൊക്കെ തോന്നും. പക്ഷേ പുറത്തിറങ്ങി കഴിഞ്ഞാൽ യാഥാർത്ഥ്യം ഇതല്ല എന്ന് മനസ്സിലാക്കും. കാരണം വില്ലൻ്റെ അടിയേറ്റ് നായകൻ വീഴുന്നു, ആ നായകൻ്റെ അടിയേറ്റ് വില്ലൻ വീഴുന്നു. യഥാർത്ഥത്തിൽ നായകന് വില്ലൻ്റെ ഒരു അടി യഥാർത്ഥത്തിലാണ് കൊള്ളുന്നതെങ്കിൽ, ഇപ്പം ഞാനാണ് വില്ലനെങ്കിൽ പുറത്തിറങ്ങി, ഇപ്പം ഞാനൊരു വില്ലനാണ് അല്ലെങ്കിൽ ഞാനൊരു നായകനാണ്, യഥാർത്ഥത്തിൽ അത്തരം ഒരു സിനിമയിൽ കൊണ്ടൊരു അടി യഥാർത്ഥത്തിൽ എനിക്ക് കൊള്ളുകയാണെങ്കിൽ ഞാൻ 10 ദിവസം മേടിക്കാൻ കൊളയെ കിടക്കും. സീരിയസ്ലി അതാണ്. പക്ഷേ സിനിമയിൽ നായകൻ എത്ര വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് കഴിഞ്ഞാലും നായകൻ എഴുന്നേറ്റ് വന്ന് വില്ലനെ കൊല്ലും. അവിടെ തന്നെ മനസ്സിലാക്കണം, അതൊരു അഭിനയമാണ്. അത് ഒരുപാട് വിഷയങ്ങൾ കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് ഒരുപാട് യന്ത്രങ്ങളുടെ സഹായത്തോടെ, ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ സഹായത്തോടെ, ഒരുപാട് മേക്കപ്പുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെ, കോസ്മെറ്റിക്സുകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുക്കുന്ന, കൃത്രിമമായി സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ഒരു മായിക ലോകമാണ് സിനിമ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ സമയത്ത് ആസ്വദിക്കുകയും അത് അവിടെ വിടുകയും ചെയ്യുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഞാൻ പറയാം, നസീറിൻ്റെ സിനിമ, ജയൻ്റെ സിനിമ, ജയഭാരതി, ബാലങ്കയ്യ നായർ, ഉമ്മർ, പിന്നെ ഈ പറഞ്ഞ പോലെ TG രവി, ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സിനിമകളിലൊക്കെ റാപ്പ് സീനുകൾ ഉണ്ടായിരുന്നു. ഈ റാപ്പ് സീനുകൾ കണ്ടിട്ട് പുറത്തിറങ്ങിയിട്ട് ശരി എന്നാൽ പിന്നെ രണ്ടാളെ പിടിച്ച് റാപ്പ് ചെയ്ത് കളയാം എന്ന് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? റാപ്പ് ചെയ്യണമെന്ന് തോന്നുന്ന മനുഷ്യനെന്ന് പറയുന്നത് അത് അങ്ങേ അറ്റത്തോളം ആ മനുഷ്യൻ്റെ മാനസികമായിട്ടുള്ള നിലയിൽ പലതരത്തിലുള്ള വ്യതിയാനങ്ങൾ വന്ന് ക്രൂരതയുടെ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ഒരാൾക്ക് മാത്രമേ അത്തരത്തിലൊരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇല്ലാത്ത ആളുകളില്ല എന്നല്ല പറയുന്നത്, അങ്ങനെ ആളുകളുണ്ട്. പക്ഷേ ഭൂരിഭാഗം ആളുകളും അങ്ങനെയുള്ള ആളുകളല്ല. അത് നമ്മൾ ഒരിക്കലും ഇത്തരം സീനുകൾ കണ്ട് അത് ചെയ്യാൻ പോകാറില്ല. അതെന്താണ്? നമുക്കതിനെ അത് സിനിമയാണെന്നും ഇത് ജീവിതമാണെന്നും മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ നമ്മൾ നിരന്തരമായിട്ട് സീരിയലുകൾ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ സീരിയലുകൾ നോക്കിക്കഴിയുമ്പോൾ എന്താ മനസ്സിലാവുക? നമ്മൾ സാധാരണ വീട്ടിലെങ്ങനെയാണ് നിൽക്കുക? ഏതെങ്കിലും ഒരു സാധാരണ ഗതിയിൽ ഒരു തുണി എടുത്ത് നിൽക്കും. പക്ഷേ സീരിയലിലെ അമ്മായിമാരും അമ്മമാരൊക്കെ നിറച്ച് സ്വർണ്ണ വളയും മാലയും നട്ടപ്പാതിലേക്ക് 1 മണിക്ക് വരെ സാരി ഉടുത്ത് നിൽക്കുന്ന ആൾക്കാരായിരിക്കും. ഇത് ജീവിതത്തിലേക്ക് പകർത്താൻ പോയാൽ നമുക്ക് ഭ്രാന്താണ് എന്ന് മാത്രമാണ് സമൂഹം പറയുള്ളൂ. ഇത് മനസ്സിലാക്കാനുള്ളൊരു ശേഷി ഒരു തലമുറയ്ക്കുണ്ടായിരുന്നു. പക്ഷേ സങ്കടകരം എന്ന് പറയട്ടെ, ഇപ്പോഴത്തെ തലമുറയ്ക്ക് സത്യം പറയുകയാണെങ്കിൽ ഒന്നും തിരിച്ചറിയാനുള്ള ഒരു രീതിയിലോട്ട് അവർ പോകുന്നില്ല എന്നുള്ളതാണ്. അതിന് മെയിൻ കാരണം ഈ പറയുന്ന പോലെ ലഹരിയാണ്. ഈ പലതരത്തിലുള്ള സിന്തറ്റിക് ഡ്രഗുകൾ, രാസലഹരിയുടെ ഉപയോഗം മൂലം ഇവരുടെ ബ്രെയിനൊക്കെ മരവിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എന്തും ചെയ്യാം എന്നുള്ള നിലയിലേക്കാണ്. ഇപ്പോൾ ഞാനിവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എനിക്ക് ഏതെങ്കിലും തരത്തിൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിക്കഴിഞ്ഞാൽ, അപ്പം അല്ലെങ്കിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ ഓടിപ്പോയി അയാളെ എടുക്കണം അല്ലെങ്കിൽ അയാൾക്ക് സഹായം ചെയ്യണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഈ സിന്തറ്റിക് രാസലഹരി അടിച്ച് നിൽക്കുന്ന ഒരാളോട് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അവനൊന്നും ഉണ്ടാവില്ല. അവൻ്റെ ചിന്താഗതി വേറെയായിരിക്കും, ലോകം വേറെയായിരിക്കും, ഒരാളെ കാണുമ്പോഴുള്ള വിഷയം വേറെയായിരിക്കും. ഈ രീതിയിൽ അയാളുടെ ബ്രെയിനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലുകൾ വേറെയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇയാൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് അയാൾക്ക് പോലും അറിയാത്ത അവസ്ഥയാണ്. പിന്നീട് ഇത് ചെയ്ത് കഴിഞ്ഞ് ബോധം വരുമ്പോഴായിരിക്കും അറിയാം ഞാനിത് ചെയ്തിട്ടുണ്ടല്ലോ എന്നത്. ആ രീതിയിലേക്ക് സത്യത്തിൽ നമ്മുടെ ലോകം പോകുന്നുണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു സിനിമ കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ വയലൻസിലേക്ക് പോകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് തീരെ സ്വാധീനിക്കുന്നില്ല എന്ന് പറയുന്നത് പച്ചക്കള്ളവുമാണ്. കാരണം സിനിമ എപ്പോഴും അമ്പലപ്പറമ്പിലെ ഉത്സവപ്പറമ്പിലെ അടികളൊക്കെ നടക്കുന്ന സമയത്ത് പല സിനിമകളും കണ്ട് അതേ രീതിയിലൊക്കെ ഡ്രസ്സ് ഇട്ട് വന്ന് അടിക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രേമം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോൾ അതേ സിനിമയിൽ ഡ്രസ് കോഡ് ഇട്ട് വന്ന് കോളേജുകളിൽ ആഘോഷം നടത്തുന്നവരും, അതേ കോളേജുകളിൽ ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ടീച്ചർമാരെ പ്രേമിക്കാൻ നടന്ന ആളുകളുണ്ട്. സീരിയസ്ലി. കാരണം ആ സിനിമ ഇറങ്ങിയതിന് ശേഷം ടീച്ചർമാരെ ഒന്ന് പ്രേമിച്ച് കളയാം എന്ന് ചിന്തിച്ചിട്ട് ടീച്ചർമാരുടെ പുറകെ ലവ് ലെറ്റർ കൊണ്ടുപോവുകയും എന്നിട്ട് കോളേജിൽ നിന്ന് പുറത്താകുകയും ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. സത്യമാണ്. അപ്പോൾ ആ രീതിയിൽ സിനിമ ഇവരെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊക്കെ ഒരു നിഷ്കളങ്കമായ ഒരു നിരുപദ്രവകരമായ കാര്യമാണെന്ന് പറയാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കൊല്ലുക, ഒരു മനുഷ്യനെ ഇഞ്ചിഞ്ചായി ചതയ്ക്കുക, ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുക, ഇതിനേക്കൊക്കെ സിനിമ കൊണ്ടുവന്ന് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വിവേചനാധികാരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ വിവേകം ഇതൊന്നും വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ഏതെങ്കിലും ഒരു സിനിമയാണ്, ഇപ്പോൾ ദൃശ്യം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങി. ദൃശ്യം സിനിമ ഇറങ്ങിയപ്പോൾ അതിനുശേഷം നടന്ന പല കൊലപാതകങ്ങളിലും ദൃശ്യത്തിൻ്റെ മോഡലിൽ എന്താണ് ഒളിപ്പിക്കാനുള്ള ശ്രമമൊക്കെ നടന്നിട്ടുണ്ട്. ഒളിപ്പിക്കാൻ ശ്രമിച്ച് എല്ലാവരെയും കേരള പോലീസ് പൊക്കിയിട്ടുണ്ട്.
ദൃശ്യത്തില് പിന്നെ ലാലേട്ടന്റെ കഥാപാത്രത്തെ പിടിക്കാൻ പറ്റിയിട്ടില്ല. അതിന്റെ കാരണം കൃത്യമാണ്. അതൊരു പോലീസ് സ്റ്റേഷന്റെ അടിയിൽ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ പിന്നെ ആ ബോഡി സംസ്കരിച്ചത് കൊണ്ട് കിട്ടിയിട്ടില്ല. അതൊരു സിനിമയാണ് എന്ന ബോധം പോലും ഇല്ലാതെ ഇത്തരത്തിൽ ഒളിപ്പിക്കാൻ നോക്കി എല്ലാവരെയും കേരള പോലീസ് പിടിച്ചു. എന്താ കാര്യം എന്ന് വെച്ചാൽ അത് സിനിമയാണ്, ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷേ എന്ന് കരുതിയിട്ട് എല്ലാ ആളുകളും ദൃശ്യം സിനിമയിലെ പോലെ ചെയ്യാൻ പോകുന്നുണ്ടോ? ഇല്ല. അതെന്താ ചെയ്യാത്തത് അവിടെ ബുദ്ധിയുണ്ട്, വിവേകമുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും എല്ലാ പ്രശ്നങ്ങളും എല്ലാം ഇന്ന് തുടങ്ങിയതാണ്, മാർക്കോ സിനിമ ഇറങ്ങിയത് കൊണ്ടാണ് എന്ന് പറയുന്നതിനൊന്നും ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല. ഇനി പണ്ട് മുതലേ ഇപ്പം 2000-ങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള കൊറിയൻ സിനിമകൾ എടുത്ത് പരിശോധിച്ചാൽ കൊറിയൻ സിനിമകളിലെ വയലൻസ് എന്ന് പറയുന്നത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഞെട്ടിപ്പിക്കുന്ന വയലൻസ് ഉണ്ട്. ഒരു വീടിനകത്ത് ഒരു മുറിക്കകത്ത് 2-3 പേർ ചേർന്ന് നിന്ന് കൊണ്ടുള്ള ഒരു സിനിമയുടെ പേര് മറന്നുപോയി, ഭീകരമായ വയലൻസ് സൃഷ്ടിക്കുന്ന ഒരു സിനിമയുണ്ട്. ആ സിനിമയൊക്കെ കണ്ടു വളർന്നിട്ടുണ്ട്. ഇപ്പം ഒരു 10, 28, 30 വയസ്സുള്ള ആളുകൾ അവരുടെ ചെറുപ്പത്തിൽ ഇത്തരം വയലൻസ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്കൊന്നും തന്നെ എന്ത് ചെയ്യാൻ തോന്നിയിട്ടില്ല, ഇങ്ങനെ വയലൻസിന് പോകാനൊന്നും തോന്നിയിട്ടില്ലല്ലോ. ഇപ്പം നണ്ണ് പോലത്തെ പ്രേത പടങ്ങൾ കണ്ടിട്ട് രാത്രി ഇറങ്ങി നടക്കാത്ത ആൾക്കാരുണ്ടോ? ഇത് പ്രേതമുണ്ട്. പ്രേത സിനിമകൾ കണ്ടിട്ട് പ്രേതത്തെ ഭയപ്പെട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മൊത്തം മുടങ്ങിപ്പോകുന്ന ആളുകളൊന്നുമില്ല. അതിനെ ആ രീതി കാണാൻ കഴിയുന്നത് കൊണ്ടാണ്. ഇത് സത്യത്തിൽ ഒരു സിസ്റ്റത്തിൻ്റെ പരാജയമാണ്. 2, കുടുംബത്തിൻ്റെ പരാജയമാണ്. കുടുംബ ബന്ധങ്ങളിൽ വലിയ ശിഥിലീകരണം വന്നിട്ടുണ്ട്. കുടുംബത്തിന് പിന്നെ മക്കളുടെ കാര്യം നോക്കാൻ നേരമില്ല, ഭാര്യയ്ക്ക് ഭർത്താവിൻ്റെ കാര്യം നോക്കാൻ നേരമില്ല, ഭർത്താവിന് ഭാര്യയുടെ കാര്യം നോക്കാൻ നേരമില്ല, ഈ അധ്യാപകൻ ഒരു കുട്ടിയുടെ കാര്യം ശ്രദ്ധിക്കാൻ അധ്യാപകന് നേരമില്ല. ഇനി അധ്യാപകൻ കുട്ടിയുടെ കാര്യം ശ്രദ്ധിച്ച് 1-2 അടി അടിച്ചാൽ ആ സ്പോട്ടിൽ അധ്യാപകനെ പിടിച്ചുവിടേണ്ട ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് നിർത്തും. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിൻ്റെ ഉപയോഗം ഏറ്റവും നല്ല കാര്യമാണ് സോഷ്യൽ മീഡിയ. അതുപോലെ തന്നെ അതിൻ്റെ ഒരു മറുഭാഗം എന്ന് പറയുന്നത് ഏറ്റവും അപകടകരവും കൂടിയാണ് സോഷ്യൽ മീഡിയ. ഇപ്പോൾ ഒരു A സർട്ടിഫിക്കറ്റ് ചെയ്തൊരു പടം അത് ചെറിയ കുട്ടികൾക്ക് കാണാൻ കഴിയില്ല. എന്താ കാണാൻ കഴിയാത്തത്? ചെറിയ കുട്ടികൾ കാണരുത് എന്നുള്ളത് കൊണ്ടല്ലേ. പക്ഷേ ഇതേ പടം കുറച്ച് കഴിഞ്ഞ് തിയേറ്ററിൽ പോയിട്ട് കാണാതിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് അത് ഈ പറയുന്നത് പോലെ യൂട്യൂബിലും മൊബൈലിലും പിന്നെ ടെലഗ്രാമിലൊക്കെ വരുമ്പോൾ കുട്ടികളെല്ലാം എടുത്ത് കാണുകയാണ്. പിന്നെ എന്താണ് പിന്നെ ഈ തിയേറ്ററിൽ മാത്രം പോയി കാണരുത് എന്ന് പറയുന്നതുകൊണ്ടെന്ന് കാര്യമുണ്ടോ? ഒന്നുകിൽ A സർട്ടിഫിക്കറ്റ് ചെയ്ത പടം എവിടെയും പ്രദർശിപ്പിക്കുക, തിയേറ്ററിൽ മാത്രം പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പ്രത്യേക സംവിധാനത്തോടെ പ്രദർശിപ്പിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. അങ്ങനെ രാജ്യത്തില്ലാത്തത് കൊണ്ട് തന്നെയാണ് എന്ത് സംഭവിക്കുന്നത്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അത് തിരുത്താനോ ഉള്ള ഒരു രീതികളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഇവിടെ ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വാളയാറ് വഴി, പിന്നെ മംഗലാപുരം വഴി, തിരുവനന്തപുരത്തിൻ്റെ പല ഏരിയകൾ വഴി, കൊല്ലം ചെങ്കോട്ടപ്പാത വഴി ഒക്കെ കേരളത്തിലേക്ക് പലതരത്തിലുള്ള മരുന്നുകൾ ഒഴുകുന്നുണ്ട്. ഈ മരുന്നുകൾ പിടിക്കാൻ വേണ്ടി പോലീസിന് പോലും താല്പര്യമില്ല, ചെക്ക് പോസ്റ്റിൽ എക്സൈസിന് താല്പര്യമില്ല. പല സ്ഥലങ്ങളിൽ ഇവർ വിചാരിക്കുന്നത് എന്തിനാണ് ഞങ്ങളിത് പിടിച്ചിട്ട് വെറുതെ സസ്പെൻഷൻ, വെറുതെ ആക്രമണം, പ്രശ്നങ്ങൾ, ഇതൊക്കെ എന്തിനാ? ഇവിടെ ഒരു ഭരണകൂടം ഉണ്ടല്ലോ, ഈ ഭരണകൂടം ഇവർക്ക് സപ്പോർട്ട് കൊടുക്കണ്ടേ, സുരക്ഷ കൊടുക്കണ്ടേ? അങ്ങനെ ഒരു സുരക്ഷയും ഇവിടെ കൊടുക്കുന്നില്ല. അങ്ങനെ ഒരു സുരക്ഷ കൊടുക്കാത്ത കാലത്തോളം ഇവിടെ ഉള്ള ഓരോ ഓഫീസർമാരും എഫിഷ്യൻ്റ് ആയിട്ട് ജോലി ചെയ്യില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് സർക്കാരും സമൂഹവും കുടുംബങ്ങളും എല്ലാം ഒരുമിച്ച് നിന്ന് പ്രയത്നിച്ചാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള വിപത്തിനെ തടയാൻ വേണ്ടി കഴിയുള്ളൂ. അതൊരു സിനിമയുടെ പേരിലേക്കൊന്നും കൊണ്ടുപോയി കൊലപാതകങ്ങൾ നടക്കുന്ന സിനിമ കാരണമാണ് എന്നൊന്നും പറയുന്നതുകൊണ്ടൊന്നും കാര്യമില്ല. ഇവിടെ ചെറുപ്പം മുതൽ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ മുതൽ ഒരു സ്ക്രീനിങ്, പലതരത്തിലുള്ള മെൻറ്റാലിറ്റിയുള്ള ആളുകളുണ്ടാവും. ഒരു മാനസികപരമായിട്ടുള്ള ടെസ്റ്റിംഗ്, മെൻ്റലി സ്റ്റേബിൾഡ് ആണോ പല കുട്ടികളും എന്നുള്ളൊരു പരിശോധന കൃത്യമായി ഉണ്ടാവുകയും ബോധവൽക്കരണങ്ങളും ഒപ്പം എല്ലാവരുടെയും കൂട്ടായിട്ടുള്ള പ്രവർത്തനവും കൊണ്ട് മാത്രമാണ് ഇത് തടയാൻ കഴിയുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ കാലം പുരോഗമിക്കുകയാണ്, എത്ര കാലം ഇതൊക്കെ പിടിച്ചു വെക്കാൻ കഴിയും എന്നതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. വിദ്യാഭ്യാസ നയങ്ങളിൽ ഇനിയിപ്പോൾ ഒരു ചെറിയൊരു മാറ്റം അനിവാര്യമാണ് സത്യത്തിൽ. ഇപ്പോൾ പാർത്ഥൻ പറഞ്ഞതുപോലെ ഒരു സ്ക്രീനിങ് കൊടുത്ത്, ഇപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന കാലങ്ങളിൽ ഉണ്ടായിരുന്നു അങ്ങനെ കൗൺസിലിംഗ് കൊടുക്കുക, മറ്റുള്ള കാര്യങ്ങൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ചേർന്നിരുന്നും അല്ലാതെയൊക്കെ കൊടുത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ കുട്ടികളുടെ അടുത്തേക്ക് അതൊന്നും ഏശാത്ത, അവരുടെ രോമത്തിൽ തൊടാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് അവർ മാറി. ശരിക്കും പുതിയ നയങ്ങൾ വന്ന് ഈ ലോകത്തിന് തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പം നിലനിൽക്കുന്നതെല്ലാം മാറ്റി എഴുതാൻ പറ്റണം. ശരിക്കും തീർച്ചയായിട്ടും.